NIA ഉദ്യോഗസ്ഥർ ഈ വീട്ടിൽ അതിക്രമിച്ച് കയറി സ്ത്രീകളെ മാനഭംഗപ്പെടുത്തിയോ ലൈംഗികമായ അതിക്രമം നടത്തിയോ അത് പോലീസ് അന്വേഷണത്തിൽ വരേണ്ട കാര്യമാണ്. ഇനി അതല്ല, NIA ഇങ്ങനെ കളിക്കുന്നതുകൊണ്ട് ഇരിക്കട്ടെ, നമുക്കും കളിക്കാം എന്ന് വെച്ച് തൃണമൂൽ കോൺഗ്രസിൻ്റെ ആളുകൾ കുക്കപ്പ് ചെയ്തൊരു കേസാണോ അത് നമുക്കറിയില്ല. പക്ഷേ നേരത്തെ നിഷാദ് പറഞ്ഞത് ഇതിലൊരു പ്രശ്നം കിടക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ NIA എന്ന് പറയുമ്പോൾ ഒരു നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, ഒരു ദേശീയ സ്ഥാപനമാണ്. ഒരു ദേശീയ സ്ഥാപനത്തിനെതിരെ ഒരു സംസ്ഥാന സ്ഥാപനമായിട്ടുള്ള പോലീസ്, സംസ്ഥാന വെസ്റ്റ് ബംഗാൾ പോലീസ് അവരൊരു ക്രിമിനൽ കേസ് ചാർജ് ചെയ്യുന്നു, അതുമായി മുന്നോട്ട് പോകുന്നു, അതുമായിട്ട് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നു, അവർ വിളിച്ച് ഹാജരാകണമെന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരേ ഏരിയയിൽ പ്രവർത്തിക്കുന്ന രണ്ട് ഏജൻസികൾ, ഒന്ന് കേന്ദ്രത്തിൻ്റെ ഏജൻസിയാണ്, ഒന്ന് സംസ്ഥാനത്തിൻ്റെ ഏജൻസിയാണ്. സംസ്ഥാന പോലീസ് എന്ന് പറയുമ്പോൾ സംസ്ഥാനത്ത് ലോ ആൻഡ് ഓർഡർ നോക്കുന്ന ആളാണ്. NIA എന്ന് പറയുമ്പോൾ ദേശീയ തലത്തിൽ ഈ സ്വഭാവത്തിലുള്ള കേസുകൾ നോക്കേണ്ടത്. അവർ പരസ്പരം ഏറ്റുമുട്ടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദാറ്റ് വിൽ ലീഡ് ടു ദ സിസ്റ്റം കൊളാപ്സ്. അതാണ് നമ്മുടെ സിസ്റ്റം തകരുന്നതിലേക്കാണ് സംഗതികൾ നയിക്കുന്നത്. അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രാജ്യം. NIAക്കെതിരെ കേസെടുക്കുന്നു, നേരത്തെ EDക്കെതിരെ കേസെടുക്കുന്നു. EDക്കെതിരെ നമ്മുടെ കേരളത്തിൽ കേസുണ്ടായിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് 2 കേസുകൾ എടുത്തിട്ടുണ്ട്. എന്താണ്? മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ വേണ്ടി പ്രതികളെ പ്രേരിപ്പിച്ചു. അതിനൊരു ഗൂഢാലോചന കുറ്റം ചുമത്തി EDക്കെതിരെ സംസ്ഥാന ഗവൺമെൻറ് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ED ഹൈക്കോടതിയിൽ പോയി അത് ക്വാഷ് ചെയ്യിപ്പിക്കുന്നു. പക്ഷേ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംസ്ഥാനത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഔദ്യോഗിക ഏജൻസികളും കേന്ദ്രത്തിലെ ഔദ്യോഗിക ഏജൻസികളും പരസ്പരം ഏറ്റുമുട്ടുകയാണ്, പരസ്പരം കേസെടുക്കുകയാണ്, പരസ്പരം കോടതി കയറ്റുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ സിസ്റ്റം തകരുകയാണെന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ആ അവസ്ഥയിലേക്ക് എത്തിയത്? ആ അവസ്ഥയിലേക്ക് എത്താൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ആരോഗ്യകരമായിട്ടുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ള, ദീർഘനാളത്തെ പാരമ്പര്യമുള്ള ഒരു സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫെഡറൽ സ്വഭാവം ഉണ്ടായിരുന്നു. അതിനെ മറികടന്നുകൊണ്ട് സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളിലേക്ക് അങ്ങേയറ്റത്തെ അധികാര ദുരയോടുകൂടി കേന്ദ്രം കടന്നു കയറി പെരുമാറാൻ തുടങ്ങിയപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഇതിവിടെ മാത്രമല്ല, ഇപ്പോൾ നോക്കൂ രേഷ്മ, സുപ്രീം കോടതിയിൽ 3 കേസുകൾ നിൽക്കുകയാണ്. 3 കേസുകൾ 3 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കൊടുത്ത കേസാണ്. തമിഴ്നാട് കൊടുത്ത കേസ്, കർണാടക കൊടുത്ത കേസ്, കേരളം കൊടുത്ത കേസ്. ഈ 3 കേസിൻ്റെ പൊതു സ്വഭാവം എന്താണ്? ഞങ്ങൾക്ക് പൈസ തരുന്നില്ല എന്നുള്ളതാണ്, അല്ലേ? കർണാടക കൊടുത്തിരിക്കുന്നു വരൾച്ച ദുരിതാശ്വാസത്തിന് പൈസ തരുന്നില്ല. തമിഴ്നാട് കൊടുത്തിരിക്കുന്നു വരൾച്ച ദുരിതാശ്വാസത്തിന് പൈസ തരുന്നില്ല. കേരളം ഒന്നിനും പൈസ തരുന്നില്ല, കടമെടുക്കാനും സമ്മതിക്കുന്നില്ല, ഒന്നിനും പൈസ തരുന്നില്ല എന്ന് പറഞ്ഞാൽ 3 സംസ്ഥാനങ്ങൾ ഒരേ വിഷയത്തിൽ. എന്താ വിഷയം? അതാത് സംസ്ഥാനങ്ങൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പണം നൽകുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായുള്ള പണം ലഭിക്കുക എന്ന് പറയുന്ന സാധാരണ പ്രക്രിയ അത് നടക്കണമെന്നുണ്ടെങ്കിൽ പോലും ഈ നിയമവ്യവഹാരങ്ങളിലൂടെ കടന്നു പോയിട്ട് വേണം എന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സംസ്ഥാനങ്ങൾക്ക് വളരെ റിലാക്സ്ഡായിട്ട് സാധാരണ നിലയിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് എന്നൊരവസ്ഥയാണ്.